ಇವೆಲ್ಲವನ್ನ ನೋಡಿದಾಗ നമ്മുടെ ഓഫീസിന് ഇവൻ യോഗ്യനെന്ന് മനസ്സിലായി. ಆಗ ಈ ಕೆಲಸಕ್ಕೆ ಇವನು ಯೋಗ್ಯನೆಂಬುದಾಗಿ ಆರಿಸಿಕೊಂಡು അവനെ സെപ്പറേറ്റ് ചെയ്തു. ಅವನನ್ನ ಪ್ರತ್ಯೇಕಿಸಿಕೊಂಡು അപ്ലിക്കേഷൻ മാറ്റി വെച്ചു. ಆ ಅಪ್ಲಿಕೇಶನ್ ಮಾರ್ಕ್ಸಿಟ್ಟು വേറെ എല്ലാവരുടെയും ചെയ്തു. ಬೇರೆ ಎಲ್ಲರನ್ನ ನೋಡಿದ್ರು, ಎಂಟ್ರಿ ಮಾಡಿದ್ರು. അവസാനം എന്ത് ചെയ്തറിയാമോ? ಅದೇ ಮುಖ್ಯವಾಗಿ ಮಾಡಿದೇನು ಗೊತ್ತಾ? ഈ വ്യക്തിയെ പോലെ ഈ മനുഷ്യനാಗೆ വേറെ ആരും വന്നില്ല. ಬೇರೆ ಯಾರು ಇಲ್ಲ. അതുകൊണ്ട് ഈ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്തു. ಅದಕ್ಕಾಗಿ ಈ ಮನುಷ್ಯನನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದೇನೆ. ഈ ലോകമെല്ലാം എന്ത് ചെയ്യും? കഴിവിനെ നോക്കുമ്പോൾ, ಈ ಲೋಕದಲ್ಲಿ ಅನೇಕ ಜ್ಞಾನವಂತರನ್ನ ನೋಡುವಾಗ, സൗന്ദര്യമുള്ളവരെ നോക്കുമ്പോൾ, ಸೌಂದರ್ಯವಂತರನ್ನ ನೋಡುವಾಗ, പഠിത്തം നോക്കുമ്പോൾ, ಹಣವಂತರನ್ನ ನೋಡುವಾಗ, പഠിത്തം ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೋಡುವಾಗ, പണമുള്ളവരെ നോക്കുമ്പോൾ, ಹಣವಂತರನ್ನ ನೋಡುವಾಗ ദൈവം നോക്കുന്നത് ದೇವರು ನೋಡುವಂತದ್ದು നിനക്ക് എത്ര പണമുണ്ടെന്നല്ല, ನಿನಗೆ ಎಷ್ಟು ಹಣ ಇದೆ ಎಂಬುದಾಗಿ, നിനക്ക് എത്ര സാമರ್ಥ്യമുണ്ടെന്നല്ല, ಎಷ್ಟು ಸಾಮರ್ಥ್ಯ ಇದೆ ಎಂಬುದಾಗಿ, നിനക്ക് എത്ര ഈ ലോകത്തിലെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നല്ല, ಈ ಲೋಕದಲ್ಲಿ ಎಷ್ಟು ಬ್ಯಾಂಕ್ ಬ್ಯಾಲೆನ್ಸ್ ಇದೆ ಎಂಬುದಾಗಿ ദൈവം നോക്കുന്നത് ഭക്തിയുള്ളവനെയാണ്. ಆದರೆ ದೇವರು ನೋಡುವಂತದ್ದು ಭಕ್ತಿ ಉಳ್ಳವನ.